നമസ്കാരം. വാസ്തുസ്കോർ.com ഏവർക്കും സ്വാഗതം. പലരും വീടെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് സെപ്റ്റിക് ടാങ്കിൻ്റെ പിറ്റ് എവിടെ ഇടുമെന്ന് അന്വേഷിക്കുന്നത്. വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ബിൽഡിങ്ങിൻ്റെ തുടക്കം കുറിക്കുന്നതിന് മുൻപേ നോർത്ത് വെസ്റ്റ് കോർണറിൽ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥലം കണ്ടതിന് ശേഷം മാത്രം പ്ലാൻ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് പറഞ്ഞിരുന്നാൽ, എല്ലാം ചെയ്തതിന് ശേഷം ആ പ്ലോട്ടിനകത്ത് മാക്സിമം സ്ഥലം യൂസ് ചെയ്ത് വീടൊക്കെ വെച്ചതിന് ശേഷം അവസാനം എവിടെ സ്ഥലം കിട്ടുന്നോ അവിടെ കയറി സെപ്റ്റിക് ടാങ്ക് കുഴിക്കുന്ന പതിവാണ് പലയിടത്തും കാണാറുള്ളത്. അതൊക്കെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ അത് മാറ്റാൻ നമുക്ക് സ്ഥലം കാണില്ല, ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടാകും. അത് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്, പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ് അതിന് പറ്റിയ സ്ഥലം. അപ്പോൾ ആ നോർത്ത് വെസ്റ്റ് കോർണറിൽ സെപ്റ്റിക് ടാങ്കിനുള്ള സ്ഥലം എത്രയാണോ അത്രയും ഒഴിച്ചിട്ടതിന് ശേഷം വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ചിലർ 2 ടാങ്കൊക്കെ കുഴിക്കാറുണ്ട്. 2 വശത്തുള്ളത് കൊണ്ട് പൈപ്പ് കൊണ്ടുവരാൻ പ്രയാസമുണ്ടോ? പൈപ്പൊന്നും കൊണ്ടുവരാൻ ഒരു പ്രയാസവുമില്ല. 2 വശം കഴിയുന്നത് വേണ്ട. ഈ നോർത്ത് വെസ്റ്റ് കോർണർ തന്നെയാണ് അഭികാമ്യം. രക്ഷയില്ലാന്നുണ്ടെങ്കിൽ മാത്രം തെക്ക് ഭാഗത്ത് അത് മധ്യഭാഗത്ത് വരാം, തെക്ക് വശം മധ്യഭാഗത്ത് വരാം, അല്ലെങ്കിൽ കിഴക്ക് ഭാഗം മധ്യഭാഗത്ത് വരാം. വേറെ ഒരു സ്ഥലത്തും പാടില്ല. കഴിയുന്നതും നോർത്ത് വെസ്റ്റ് കോർണറിൽ തന്നെ ആ സെപ്റ്റിക് ടാങ്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. സെപ്റ്റിക് ടാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, അതായത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് നമ്മുടെ വാട്ടർ ടാങ്ക് വരുന്നത്. അപ്പോൾ വാട്ടർ ടാങ്ക് അവിടെ ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കിണർ കുഴിക്കുകയാണെങ്കിൽ ആ കിണറിൽ നിന്നുള്ള ലീക്കേജ് ഇങ്ങോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിലുള്ള ലീക്കേജ് അങ്ങോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നോർത്ത് വെസ്റ്റ് കോർണറിൽ വെസ്റ്റ് സൈഡായിട്ട് കുഴിക്കുന്നതായിരിക്കും നല്ലത്. നോർത്ത് വെസ്റ്റിൽ വെസ്റ്റ് സൈഡ് കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ എന്തായിരുന്നാലും ഈ കാര്യം വളരെ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് കേസുകൾ നമ്മൾ പോയി കണ്ടിട്ട് അത് മാറ്റാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലൊന്നും ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.